നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് നിന്നും മടങ്ങിയെത്തിയ ബഹിരാകാശ യാത്രികനും ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാംശു ശുക്ല നടക്കാൻ മറന്നു. ഇപ്പോഴിതാ തിരിച്ചെത്തിയ അദ്ദേഹം നടക്കാൻ പഠിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ എല്ലാവരും അത്ഭുതം രേഖപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏകദേശം 18 ദിവസം വിദേശത്ത് ചെലവഴിച്ച ശേഷം ജൂലൈ 15-ന് സുരക്ഷിതമായി തിരിച്ചെത്തിയ ശുക്ല വീണ്ടും നടക്കാൻ പഠിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ധാരാളം സന്ദേശങ്ങൾ ലഭിച്ചു. വേഗത്തിൽ സുഖം പ്രാപിക്കാൻ തന്നെയാണ് തീരുമാനം. എല്ലാവരോടും നന്ദി പറയാനും ഒരു അപ്ഡേറ്റ് നൽകാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. മൈക്രോഗ്രാവിറ്റി അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം ദ്രാവക മാറ്റം, ഹൃദയമിടിപ്പ്, ബാലൻസ് പുനർക്രമീകരണം, പേശിനഷ്ടം തുടങ്ങിയ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇവ പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടലാണ് ഇനി നടക്കേണ്ടത്. ശരീരം ഇതിനോട് പൊരുത്തപ്പെടുകയും ഈ ഗുരുത്വാകർഷണത്തിലേക്ക് മടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ക്രമീകരണങ്ങൾ വീണ്ടും സംഭവിക്കും. ശുക്ല ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നതാണിത്. ട്രെഡ്മില്ലിൽ ഓടുന്നതിനൊപ്പം ബാലൻസിംഗ് സ്ട്രെച്ചുകളും പോസ്റ്റുകളും ചെയ്യുന്ന ശുക്ലയും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. എല്ലാ ബഹിരാകാശ യാത്രികർക്കും ഇത് വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിലും ശരീരം ഉടൻ തന്നെ അതിന്റെ പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിന് പുതിയ ക്രമീകരണങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന വേഗത നിരീക്ഷിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുവെന്നും അജ്ഞാതമായ പിന്തുടരുമ്പോൾ, അതായത് ഒരു സ്ഥലം പിന്തുടരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പറയുകയാണ്. ബഹിരാകാശ യാത്രികൾ ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തുമ്പോൾ ഭൂമിയിൽ വീണ്ടും നടക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നാണ് മുംബൈയിലെ ഗ്ലെനിഗിയൻസ് ആശുപത്രിയിലെ ഓർത്തോപീഡിയറ്റ്സ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് ഖത്രി പറയുന്നത്. വീണ്ടും നടക്കാൻ ശീലിക്കാൻ കുറച്ച് സമയമെടുക്കും. മൈക്രോഗ്രാവിറ്റിയിൽ പേശികളും അസ്ഥികളും അത്ര കഠിനമായി പ്രവർത്തിക്കില്ല. ഇത് ദുർബലമാകുന്നതിലേക്ക് നയിക്കും. ബഹിരാകാശത്തായിരിക്കുമ്പോൾ ശരീരം അതിന്റെ സന്തുലിതാവസ്ഥ, രക്തപ്രവാഹം, അതുപോലെ തന്നെ ഏകോപന രീതികൾ എന്നിവ പുനർക്രമീകരിക്കേണ്ടതുണ്ട്. ചെറിയ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശേഷവും ബഹിരാകാശ യാത്രികർക്ക് പലപ്പോഴും തലകറക്കം, പേശിക്ഷീണം, സന്തുലിതാവസ്ഥ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാറുമുണ്ട്. ഡോക്ടർ ഖത്രി പറയുന്ന വാക്കുകളായിരുന്നു ഇത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ ശരീര ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കാൻ ശീലിക്കുന്നതിനാൽ എഴുന്നേറ്റ് നിൽക്കുക പോലും ഭാരമേറിയതും കഠിനമായതുമായ ജോലിയായി തോന്നും. അതിനാൽ ഒരാളുടെ വീണ്ടെടുക്കലിൽ ഫിസിയോതെറാപ്പി, ബാലൻസിംഗ് പരിശീലനം, ശരീരത്തെ വീണ്ടും പരിശീലിപ്പിക്കുന്നതിനുള്ള കാർഡിയോവാസ്കുലാർ വ്യായാമങ്ങൾ എന്നിവ ഉൾപ്പെടും. ദൗത്യ ദൈർഘ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശക്തിയും ഏകോപനവും പൂർണ്ണമായി വീണ്ടെടുക്കാനും വീണ്ടും നടക്കാനും കുറച്ച് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ എടുത്തേക്കാം, ഡോക്ടർ ഖത്രി പറഞ്ഞു. വീണ്ടെടുക്കലിന്റെ ഒരു നിർണായക വശമാണ് പുനരധിവാസം. ദൗത്യത്തിന് ശേഷം ബഹിരാകാശ യാത്രികരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അവരുടെ സാധാരണ നടത്തം, ഓട്ടം, പ്രവർത്തന ശേഷികൾ എന്നിവ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് പുനരധിവാസം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടിൽ ലഭിക്കുന്നത്. എന്തായാലും അദ്ദേഹം തിരിച്ചെത്തിയ വാർത്തകൾ നമ്മൾ വലിയ രീതിയിൽ തന്നെയാണ് ആഘോഷത്തോടു കൂടിയാണ് കേട്ടതും കണ്ടതും ഒക്കെ. പക്ഷെ ഇപ്പോഴിതാ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നടക്കാൻ പോലും അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്നാൽ അതെല്ലാം മറികടന്ന് വീണ്ടും പഴയ പടിയിലേക്ക് അദ്ദേഹം ഉടനെ തന്നെ തിരിച്ചെത്തുമെന്നാണ് വ്യക്തമാകുന്നത്.